എല്ലാവർക്കും നമസ്കാരം. ഇതാണ് എൻ്റെ കൈപ്പയ്ക്ക ചെടി. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച കൈപ്പയ്ക്കയുടെ കുരു ഇട്ടിട്ട് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ആദ്യമൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദാ കുറേശ്ശെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ നല്ല പച്ച നിറത്തിലുള്ള കൈപ്പയ്ക്കാണ് മേടിക്കാൻ കിട്ടുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ആ വെളുത്ത കൈപ്പയ്ക്ക ഇവിടെ മേടിക്കാനായിട്ട് കിട്ടില്ല. ഇത് ഭയങ്കര കയ്പ്പാണ്. എന്നാലും പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇത് കഴിക്കുമ്പോൾ അതിനൊരു നല്ലൊരു സുഖല്ലേ. വേണ്ട നിറയെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പാവിട്ട് ഉണ്ടാക്കിയതാണ് ഈ പപ്പായയുടെ ചെടി. അതുമ്മയും പപ്പായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതുമ്പോൾ ഒന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചു. പഴുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്വീറ്റ് ആയിരുന്നു. പിന്നെ കുരു ഒന്നും അധികം ഉണ്ടാവില്ല ഇതിൽ. പിന്നെ ഇവിടുത്തെ മണ്ണത്ര നല്ലതൊന്നുമല്ല. അത് കാരണം കൊണ്ട് അത്ര കുഞ്ഞു നമുക്ക് കൈപ്പയ്ക്ക പൊട്ടിക്കാം. നമുക്ക് കൈപ്പയ്ക്ക വറുത്ത് തരാം. പക്ഷേ അമ്മയ്ക്കറിയില്ല, എനിക്ക് കൈപ്പയ്ക്ക ഇഷ്ടമില്ല. ഇല്ല, കയ്പൊന്നും അധികം ഇല്ലാണ്ട് നമുക്ക് വറുത്ത് ഇറക്കാം കൈപ്പയ്ക്ക. ഞാൻ കത്രിക തരാം, നീ അത് കട്ട് ചെയ്തെടുക്കട്ടാ. അപ്പം നമുക്ക് ഈ കൈപ്പയ്ക്കേനെ വളരെ എളുപ്പത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൈപ്പയ്ക്കായ കാരണം കൊണ്ട് വെറുതെ ഒന്ന് കഴുകിയാൽ മതി. ഈ സൈഡ് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഒരുപാട് കനം കുറച്ച് അരിയണ്ട, കുറച്ച് കട്ടിയായിട്ട് അരിയാം. നമുക്ക് ഈ കൈപ്പയ്ക്കയിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാം. ഇതേപോലെ എല്ലാം റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതേപോലെ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ കുറച്ച് കയ്പ്പൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പം നമ്മുടെ കയ്പ്പയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റായി. വേണ്ടതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തു. വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയണം കഴുകി കഴിഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. നമ്മൾ ആദ്യം ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തതാണ്. എന്നാലും കുറച്ചും കൂടി ഒരു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നേരം വെക്കാം. അപ്പോൾ ഇതിൽ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളും. അങ്ങനെ നമ്മുടെ കൈപ്പയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി നോക്കുക. അതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ടീസ്പൂൺ ഇട്ടിട്ട് മിക്സാക്കി നോക്കിയിട്ട് എല്ലാതുമേ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ തന്നെ ഇട്ടാൽ മതി. കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് എല്ലാത്തുമേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഇങ്ങനെ ഒന്ന് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഉടനെ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട. പിന്നെ നമ്മൾ ഒരുപാട് കയ്പ്പയ്ക്ക ഉണ്ടെങ്കിൽ മാത്രം എണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു കയ്പ്പയ്ക്കല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പപ്പടമൊക്കെ വറക്കണ പോലെ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ നമ്മൾ ഈ അരിപ്പൊടിയും കൂടെ ചേർത്ത കാരണം കൊണ്ട് നമ്മളിത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എന്നുള്ളത്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കും. ഇട്ടിട്ട് ഒന്ന് തീ മീഡിയം ഫ്ലെയിമിലാക്കുക. ഉള്ളിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അതിപ്പോൾ തന്നെ അതൊരു സൈഡൊന്നും ആയിട്ടുണ്ട്. ഇനി പതുക്കെ അതിനൊന്ന് മറിച്ചിടുക. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ കയ്പ്പയ്ക്ക് കയ്പ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. തീ ഫുള്ളിലിട്ടിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പയ്ക്ക പിന്നെ ചിലപ്പോൾ ഉള്ളു വേവില്ല, മേലെ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോവും. നമ്മൾ സാധാരണ കയ്പ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ വരും. പക്ഷേ നമ്മളുടെ ഫ്രഷ് കയ്പ്പയ്ക്കയുടെ ഒരു ടേസ്റ്റ് നല്ല ഉണ്ടാവും. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇതാക്കണ്ട നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. ആ വറുത്ത ഒരു നല്ലൊരു മണവും വരും. ഇത്രയും മതി, നമുക്കിത് എടുക്കാം. നല്ല ക്രിസ്പിയാണ്, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ വറുത്തെടുക്കാം. തീരെ കയ്പ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കയ്പ്പയ്ക്കും ഉപ്പും മുളകൊക്കെ പരട്ടി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ തീരെ കയ്പ്പ് അറിയില്ല. പക്ഷെ കയ്പ്പയ്ക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കയ്പ്പ് നല്ലതല്ലേ. അപ്പം നമ്മൾ രണ്ടാമത് ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞു. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പച്ചമുളക് വറുത്തതിൻ്റെ കൂടി ഇടാം. ഇങ്ങനെ വെറുതെ വറുത്ത് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ എണ്ണയിൽ ഇതേമാതിരി ഒരു പച്ചമുളക് വറുത്തിട്ട് അതിൽ കയ്പ്പയ്ക്ക വറുത്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോഴും ആ പച്ചമുളകിൻ്റെ മണമൊക്കെ കയ്പ്പയ്ക്കയ്ക്ക് വരും. ഇതാ നല്ല ഫ്രഷ് കയ്പ്പയ്ക്ക ചെടിയുമെന്ന് പൊട്ടിച്ചെടുത്തിട്ട് വറുത്തെടുത്താണ്. നല്ല സ്വാദുണ്ട്, കയ്പ്പൊന്നും അറിയില്ല, നല്ല ക്രിസ്പിയാണ്. നമ്മൾ കയ്പ്പയ്ക്ക ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ, ആളോട് തന്നെ കഴിച്ചു നോക്കാൻ പറയാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. കുഞ്ഞു ഒന്ന് കഴിച്ചു നോക്ക്. സ്വാദുണ്ടാ? ഇഷ്ടായ? ശരിക്കും പറയണം കേട്ടാ, കയ്പ്പൊന്നും അറിയണില്ല. അവിടെ മുഴുവൻ തിന്നട്ടെ, അപ്പം നമുക്കറിയാം. അപ്പോൾ സ്വാദുണ്ടല്ലേ? ശരി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.